2-3 ദിവസത്തെ നിർത്താതെയുള്ള മഴയിൽ ഇത് തോട്ടിൽ ഇത്ര വെള്ളമായിട്ടേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്ക് മഴയും വെയിലും മാറി മാറി വരണോണ്ടാവും. ഇത് പറമ്പിൽ നല്ലോണം ഇരുമ്പാമ്പുളി ഒക്കെ പ്രാവശ്യം ഉണ്ടായിട്ട് ഞാനും ആമയും കൂടിയിട്ട് എങ്ങനെയെങ്കിലും 2 മാങ്ങ പൊട്ടിക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടാ. അമ്മ ഈ മാവിന്റെ മുകളിൽ പൊട്ടിക്കുന്നുണ്ട്, പക്ഷെ അത് പച്ച കഴിക്കാൻ വേണ്ടി ഒരു രസം ഉണ്ടാവില്ല. നല്ല പച്ച മടലിന്റെ തോട്ടി ആയതുകൊണ്ട് എനിക്ക് പൊന്തില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ തോന്നുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛൻ എന്തായാലും മാങ്ങ പൊട്ടിച്ചേരാൻ വേണ്ടിയിട്ട് വന്നത്. മാങ്ങ ഒരുവിധമൊക്കെ തോട്ടിലേക്കാണ് വീണിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ആമയും അമ്മയും കൂടിയിട്ട് അത് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒക്കെ കേട് വന്നു പോകും, ബാക്കിയൊക്കെ തോട്ടിലെ വെള്ളത്തിൽ ഒലിച്ചും പോകും. അപ്പൊ എന്തായാലും ബാക്കിയുള്ളതൊക്കെ പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു ബക്കറ്റൊക്കെ നിറഞ്ഞിട്ടുണ്ട്, ഇനി ഒരുപാട് താഴെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും പൊട്ടിച്ച പാടന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പാടത്തുനിന്ന് തന്നെ ഞാനും മാമയും കൂട്ടിയിട്ട് കിട്ടിയ മാങ്ങയൊക്കെ എടുത്ത് കടിച്ച് പറിക്കാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ കിട്ടിയ പഴുത്ത മാങ്ങയാണ് കേട്ടോ അച്ഛൻ ഈ മുറിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. അതും അങ്ങനെ മിസ്സാക്കാൻ പാടില്ല, ഇടയിൽ കൂടെ അതും കൂടി കഴിക്കണം. ഞങ്ങൾക്ക് ഇതൊന്നല്ല വേണ്ടത്, മനസ്സിലായല്ലോ. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ. നല്ല മൂത്ത മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഞാനും ആമയും കൂട്ടിയിട്ട് ഇതാ വാരി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തൽക്കാലത്തിന് ഇന്നത്തെ മാങ്ങാക്കൊതി അവസാനിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു.